എമിറേറ്റ്സ് റോഡിനും മലിഹ റോഡിനും സമീപമുള്ള അൽത്തായിൽ സ്ഥിതി ചെയ്യുന്ന ഷാർജയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ മസ്ജിദ് ഷാർജയിലെ വിശേഷങ്ങളുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 2014 ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഷാർജ ഭരണാധികാരി ഉത്തരവിട്ടത്. 2019 മെയ് 10 ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് മസ്ജിദ് ഷാർജയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മസ്ജിദ് ഷാർജയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 2 നാണയങ്ങളും UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. തുർക്കിയിലെ പള്ളികളുടെ ഒട്ടോമൻ ശില്പകലാ മാതൃകയിലാണ് പള്ളിയുടെ നിർമ്മാണം. പൂന്തോട്ടം ഉൾപ്പെടെ 1,86,000 ചതുരശ്ര മീറ്ററിലാണ് നിർമ്മാണം. മസ്ജിദിന് 4 പ്രവേശന കവാടങ്ങളും വനിതകൾക്കുള്ള 2 പ്രവേശന കവാടങ്ങളും VIP-കൾക്കുള്ള 1 പ്രവേശന കവാടവും ബസ്സുകൾക്കുള്ള 1 പ്രവേശന കവാടവുമുണ്ട്. 2200 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പള്ളിയുടെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ നിന്ന് ഡയറക്റ്റായി വുളു ചെയ്യാനുള്ള ഏരിയയിൽ പ്രവേശിക്കാം. അവിടെ നിന്ന് ലിഫ്റ്റ് വഴിയോ സ്റ്റെയർകേസ് വഴിയോ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിച്ചേരാവുന്നതാണ്. ഷാർജയിലെ ഏറ്റവും വലുതും UAE-യിലെ രണ്ടാമത്തേതുമായ ഏറ്റവും വലിയ മസ്ജിദാണിത്. മുമ്പ് എമിറേറ്റ്സിലെയും രാജ്യത്തെയും ഏറ്റവും വലിയ പള്ളിയായ കിങ് ഫൈസൽ മസ്ജിദ് 1,10,000 മുതൽ 1,30,000 ചതുരശ്ര അടി ആയിരുന്നുവെങ്കിൽ പൂന്തോട്ടം ഉൾപ്പെടെ 1,80,000 ചതുരശ്ര മീറ്ററാണ് ഇതിൻ്റെ വലുപ്പം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി വുളു ചെയ്യാനുള്ള ഏരിയയും പ്രായമായവർക്കായി 100 വീൽചെയറുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹാളിൽ 5000 പേർക്ക് പ്രാർത്ഥന നിർവഹിക്കാം. സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് 600-ലേറെ വനിതകൾക്ക് ഒരേ സമയം നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. പള്ളിയുടെ അകത്തും പുറത്തുമായി ഏകദേശം 25,000 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവുമുണ്ട്. വളരെ വിസ്തൃതമായ പ്രാർത്ഥനാ ഹാളിൽ അതിമനോഹരമായ താഴികക്കുടമുള്ള സീലിങ്ങുകളുണ്ട്. അതിൽ അറബി കാലിഗ്രഫി അതിമനോഹരമായ സ്വർണ്ണനിലത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിരവധി ഇസ്ലാമിക കൃതികളുള്ള ഒരു വലിയ ലൈബ്രറിയും പള്ളിയിലുണ്ട്. ഒരു സുവനിയർ ഷോപ്പ്, മ്യൂസിയം, വാട്ടർ ഫൗണ്ടൻ എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ചുമരുകളിൽ പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. സൂര്യപ്രകാശം അകത്തേക്ക് വരുന്ന രീതിയിലാണ് താഴികക്കുടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. മുസ്ലിം ഇതര സമുദായക്കാർക്കും ഈ പള്ളിയിൽ പ്രവേശനമുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക പാതകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ പള്ളിയുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുന്നതായി കാണാം. ഇസ്ലാമികമായ ആർക്കിടെക്ചർ, അറബ് സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങൾ, തുർക്കിയിലെ ഒട്ടോമൻ ശില്പവിദ്യയുമായി ബന്ധപ്പെട്ട ഘടന, തെളിഞ്ഞ ആകാശത്തിന് താഴെ 2 വലിയ മിനാരങ്ങൾ, ഇസ്താംബുളിലെ ബ്ലൂ മസ്ജിദിനെ അനുസ്മരിപ്പിക്കുന്ന താഴികക്കുടങ്ങൾ,
പള്ളിക്കുള്ളിൽ 5000 പേർക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഈ പള്ളിയുടെ പ്രത്യേകതയാണ്.